ആദ്യം ഒരു ഇസ്ലാം മത വിശ്വാസിയായ അവൾ പയ്യെ നിരീശ്വരവാദത്തിലേക്ക് നീങ്ങി. ഒടുവിൽ അവൾ യേശുവിനെ അറിഞ്ഞപ്പോൾ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച വാർത്തയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. തുർക്കി സ്വദേശിനിയായ ബെൽക്കിസ് 61 വർഷം മുമ്പ് തുർക്കിയിലെ ഒരു മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചത്. 2 ആൺമക്കൾക്ക് ശേഷമുള്ള ആദ്യത്തെ മകളായിരുന്നു അവൾ. കുട്ടിക്കാലത്ത് ഖുർആൻ വായിക്കാൻ ശ്രമം നടത്തിയെങ്കിലും അവൾക്കത് ഗ്രഹിക്കാൻ കഴിയുന്നതിനപ്പുറത്തായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ഭൗതികവാദ തത്വശാസ്ത്രത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിച്ചതോടെ 15-ാം വയസ്സിൽ ബെൽക്കിസ് ഒരു നിരീശ്വരവാദിയായി മാറി. വൈകാതെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടിയ ശേഷം ഒരു സാഹിത്യ അധ്യാപികയായി ജോലിയിൽ പ്രവേശിച്ചു. നിരന്തരം പുസ്തക വായനയിൽ ആകൃഷ്ടയായിരുന്നു ബെൽക്കിസ്. 28 വയസ്സുള്ളപ്പോഴാണ് പ്രമുഖ ടർക്കിഷ് എഴുത്തുകാരനായ ഠുറാൻ ദുർസന്റെ ഇതാണ് മതം എന്ന പുസ്തകം അവൾ വായിക്കാൻ ഇടയായത്. മുൻ ഷിയ മുസ്ലിമും പണ്ഡിതനുമായ ദുർസുൻ ഇസ്ലാമിനെ നിരന്തരം വിമർശിച്ച് എഴുതിയതിന്റെ പേരിൽ കൊല്ലപ്പെട്ട വ്യക്തി കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും ബെൽക്കിസിനെ ഏറെ ചിന്തിപ്പിച്ചിരുന്നു. അവൾ വായിച്ചത് അവൾക്ക് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വൈകാതെ ബെൽക്കിസ് തുർക്കി ഭാഷയിലുള്ള ഖുർആൻ വായിക്കാൻ ആരംഭിക്കുകയായിരുന്നു. തന്റെ പലവിധ സംശയങ്ങൾക്കും ഉത്തരം തേടി അവൾ ബൈബിൾ വായനയും ആരംഭിച്ചു. ഇതിനിടെ ലൂക്കായുടെ സുവിശേഷത്തെ അടിസ്ഥാനമാക്കിയുള്ള യേശുവിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു സിനിമ കാണാൻ അവൾക്ക് അവസരം ലഭിച്ചു. പ്രൊട്ടസ്റ്റന്റ് ആരാധനാ കേന്ദ്രത്തിലായിരുന്നു സിനിമാ പ്രദർശനം. ദൈവത്തെക്കുറിച്ചുള്ള അവളുടെ പല മുൻധാരണകളെയും നാമാവശേഷമാക്കുന്നതായിരുന്നു ആ സിനിമയിലെ പല ഭാഗങ്ങളും. ഫരിസേയന്റെയും ചുങ്കക്കാരന്റെയും പ്രാർത്ഥന വിവരിക്കുന്ന ബൈബിൾ ദൃശ്യാവിഷ്കാരം അവളിൽ ഏറെ സ്വാധീനം ചെലുത്തി. ശത്രുക്കളെ സ്നേഹിക്കുവിൻ എന്ന യേശുവിന്റെ വാക്കുകൾ അവളുടെ ജീവിതത്തിന് വഴികാട്ടിയായി. സിനിമയുടെ അവസാനത്തിൽ ബെൽക്കിസ് പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിച്ചു, കർത്താവെ, ദയവായി എൻ്റെ ജീവിതത്തിലേക്ക് വരൂ. ഞാൻ എൻ്റെ ജീവിതം അങ്ങയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എന്നെ കൊണ്ട് ചെയ്യണമേ. വൈകാതെ അവൾ എല്ലാ ഞായറാഴ്ചയും പ്രൊട്ടസ്റ്റന്റ് ആരാധനാലയത്തിൽ പോകുവാൻ ആരംഭിച്ചു. പതിവായി ബൈബിൾ വായിക്കുകയും പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നതും അവളുടെ ജീവിതത്തിന്റെ ഭാഗമായി തന്നെ മാറി. എന്നാൽ അവരുടെ പല രീതികളോടും പയ്യെ അസ്വസ്ഥത തോന്നിയ ബെൽക്കിസ് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിൽ നിന്നും അകന്നു. അവിടുത്തെ ഒരു സുഹൃത്തിൽ നിന്നുമാണ് ദിവ്യകാരുണ്യ രൂപത്തിൽ എഴുന്നള്ളുന്ന ഈശോയുടെ തിരുശരീരത്തെ ഭക്തിയോടും ആദരവോടും കൂടെ സ്വീകരിക്കുന്ന കത്തോലിക്ക വിശ്വാസത്തെക്കുറിച്ച് ബെൽക്കിസ് കേൾക്കാനിടയായത്. ആ ചിന്ത കത്തോലിക്ക സഭയെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠിക്കാൻ അവളെ പ്രേരിപ്പിച്ചു. മതബോധന ക്ലാസുകളിൽ പങ്കെടുത്ത് ദീർഘമായ പ്രാർത്ഥനയ്ക്കും ഒരുക്കത്തിനും ശേഷം 2011 ഏപ്രിൽ 25-ന് ബെൽക്കിസ് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു. ഞാൻ ദൈവത്തെ തിരഞ്ഞെടുത്തില്ല, അവിടുന്ന് എന്നെ തിരഞ്ഞെടുത്തു എന്നായിരുന്നു കത്തോലിക്ക വിശ്വാസത്തിലേക്കുള്ള തൻ്റെ യാത്രയെക്കുറിച്ച് ബെൽക്കിസ് പറഞ്ഞത്.